എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, ഒരൊറ്റ മിനിറ്റ്. നിങ്ങൾ എന്നെപ്പോലെ ഒരു മേക്ക് ഓവർ ചെയ്യണമെന്ന് കരുതിയിട്ട് എന്തൊക്കെയോ ആലോചിച്ചിട്ട് ആ പ്ലാൻ അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചവരാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടോളൂ കേട്ടോ. ഏകദേശം ഒരു 10-20 വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തു പോകുന്നത്. പലതവണ മുടിയൊക്കെ ഒന്ന് വെട്ടി ഒരു ചേഞ്ചൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്തൊക്കെയോ ചില വൈക്ലഭ്യം കൊണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചു. 20 വർഷത്തിന് മുമ്പ് എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. ഈ 20 വർഷത്തിന് മുമ്പ് എൻ്റെ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള അപ്പു ബാർബറായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് വേണ്ടത്ര ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതെ 4 വയസ്സിൽ ആർക്കും ഓർമ്മ ഉണ്ടാവാനാണ്. ഇപ്പം ഉള്ളത് നമുക്ക് ഓർമ്മയില്ല, എന്നിട്ടല്ലേ ഇപ്പം 4ാമത്തെ വയസ്സിൽ നടന്ന കാര്യം അല്ല. പിന്നെ ഒരു 3-4 ദിവസം അടുപ്പിച്ച് അങ്ങോട്ട് ലീവ് കിട്ടിയപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ബോറിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരുന്നപ്പോൾ എന്നാൽ പിന്നെ മുടി അങ്ങോട്ട് വെട്ടിക്കളയാമെന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു ചെറിയ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മുടി വെട്ടലിൻ്റെ പ്ലാൻ ആദ്യം ഇട്ട് തുടങ്ങിയത്. ഈ പ്ലാൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്തും കൂടി ഒരു അഭിപ്രായം ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടാവും മുടി വെട്ടല്ലേ എന്ന്. അതുവരെ ചുരുണ്ട മുടി മാത്രമേ എനിക്ക് ചേരുള്ളൂ എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ഒറ്റ മൈൻഡായിട്ട് പറഞ്ഞു, ഓക്കെ മുടി വെട്ടാമെന്ന്. അങ്ങനെ പിന്നെ ഒന്നും നോക്കാതെ നേരെ വിട്ടത് മുക്കത്തുള്ള സുലൈഖാസിലേക്കാണ്. ആദ്യമായിട്ട് പാർലറിൽ പോയതിൻ്റെ ഒരു മട്ടും ഭാവവും ഞാൻ എൻ്റെ മുഖത്ത് കാണിച്ചില്ല കേട്ടോ. അങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ. വൈഫിന് ഡെലിവറിക്ക് കയറ്റിയ പോലെ ടെൻഷൻ അടിച്ച് പുറത്തൊരാൾ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കും തലയ്ക്കും അങ്ങോട്ട് നടക്കണത് പിന്നെയും തിരിച്ചു വരുന്നത്. എന്താലേ, ആളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ചുരുണ്ട മുടിയൊക്കെ കൂടി ഇപ്പോൾ എന്ത് കോലത്തിലാവും എന്നുള്ള ടെൻഷനാണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഫസ്റ്റത്തെ പോക്കിൽ തന്നെ മുക്കത്തുള്ള സുലൈഖാസിലെ സർവീസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് നന്നായിട്ട് അവർ കസ്റ്റമറെ ഡീൽ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഇഷ്ടത്തിനാണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഒരു പ്ലാനും ഇല്ലാതെ മുടി വെട്ടാൻ പോയി എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് ചേച്ചി മുടി വെട്ടേണ്ടതെന്ന്. ഈശ്വര, പിൻട്രസ്റ്റ് ഉള്ളതിനെ കൊണ്ട് രക്ഷപ്പെട്ടു. അതിലുണ്ടായിരുന്ന ഏതോ ഒരു ചേച്ചീൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ വെട്ടിയാൽ മതിയെന്ന്. ഹസ്ബൻഡിൻ്റെ മുഖത്തുള്ള ചിരി കണ്ടങ്ങൾക്ക് മനസ്സിലാവും. കേളി ഹെയർ മാത്രമേ മാച്ചാവുള്ളൂ എന്ന് വിചാരിച്ച എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ കിട്ടിയപ്പോഴുള്ള സന്തോഷമാണ്. ആൾക്ക് ചിരിച്ചിട്ടിട്ട് ചിരി നിർത്താൻ വയ്യാത്ത അവസ്ഥയായി. ഈ ലുക്ക് വന്ന് അമ്മേനെ കാണിച്ചപ്പോഴാണെങ്കിൽ അമ്മ ഡബിൾ ഹാപ്പിയായി. അമ്മ കുറേ കാലമായിട്ട് പറയുന്നുണ്ടായിരുന്നു മുടി അങ്ങോട്ട് വെട്ടിക്കളഞ്ഞേക്കിന്ന്. നമുക്കാകപ്പാടെ ഒരു കുഞ്ഞു ലൈഫല്ലേ ഉള്ളൂ. ആ ലൈഫിൽ മാക്സിമം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കണം. നമുക്ക് വേണ്ടി നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടി വേറെ ആരാ ജീവിക്കുക, അല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പഠിക്കേണ്ട സമയത്ത് നല്ലോണം പഠിക്കുക, നല്ലൊരു ജോലി വാങ്ങുക, കുറച്ച് എമൗണ്ട് സേവ് ചെയ്യുക, കുറച്ച് എമൗണ്ട് നമുക്ക് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെയാണെങ്കിലേ എന്തായാലും ഇത്രയും കേട്ടില്ലേ, ഇനി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.